എല്ലാവരും ദുആ ചെയ്യും ഉമ്മക്ക് വേണ്ടി. എനിക്ക് വേറൊന്നും പറയാനില്ല. എല്ലാവരും അവരവരുടെ ഉമ്മമാരെന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും പ്രൊട്ടക്ഷനാണ്. വാപ്പാനെക്കാട്ടി എനിക്ക് അറ്റാച്ച്ഡ് ഉണ്ട് ഉമ്മ. ഉമ്മക്ക് അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിലാണ്. എല്ലാവർക്കും അറിയാം ഇന്നലത്തെ ലോകമൊക്കെ തന്നെ. സോ ഇന്നലെ രാത്രി ഞാൻ വീട്ടിലേക്ക് കയറി വന്നിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ഡിപ്രഷൻ പോലെ ആവുന്നതാണ്. സോ എനിക്കൊരു ഞാൻ ഒറ്റപ്പെടൽ പോലെ, എനിക്ക് ആരില്ല, ഞാൻ ഒറ്റക്കാണ്, ഫ്രണ്ട്സിനെ ഓർക്കുമ്പോൾ ദേഷ്യം വരാം, ആരുടെങ്കിലും മിണ്ടാൻ പറ്റാത്ത ഒരു എലോൺ ഫീൽ തോന്നില്ല. അതുപോലെയാണ് എനിക്ക് രാത്രി വീട്ടിൽ കയറിയപ്പോൾ. സോ അവിടെ ഉമ്മ എത്ര ആണെങ്കിലും നമ്മൾ രണ്ടാളും ഒപ്പുണ്ടാവും, ഞങ്ങൾ അടി വയ്ക്കും. പക്ഷെ അവർക്ക് അസുഖം വന്നപ്പോൾ അതിന് ഫീൽ മനസ്സിലാവുന്നത് നമ്മൾ അവിടുന്ന് മാറി ഇങ്ങോട്ട് വരുമ്പോഴാണ്. അപ്പോൾ വീട്ടിലുള്ളിൽ വരുമ്പോൾ എപ്പോഴും ഞാൻ കയറുമ്പോൾ ഉമ്മ ഉണ്ടാവും, മണ്ണ് പിരിപ്പിരിയാക്കി ഉണ്ടാവും, കുട്ടികൾ പല അങ്ങനെല്ലാം ആക്കി വയ്ക്കുമ്പോൾ നമുക്ക് എന്തോ ഇതാണ്. ഇന്നലെ കുട്ടികളാലെ പാടുകയാണ്, അവർ ഇറിറ്റേഷൻസ് എല്ലാം ഉണ്ടെങ്കിലും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ കൂടി വരും. ഞാൻ കുറച്ച് കുട്ടികളോട് ഷൗട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യേണ്ടെന്ന് ശരിയാക്കാൻ വേണ്ടിയൊക്കെ വന്നുകൊണ്ടായിരുന്നു. ഇന്നലെ ഉമ്മ ഹോസ്പിറ്റലാകുമ്പോൾ എനിക്ക് ഇവിടെ കയറുമ്പോൾ തന്നെ എന്തോ ഒരു എലോൺ ഫീൽ, ആരോടും സംസാരിക്കുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഫോണിൽ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് കുട്ടികളോട് പറഞ്ഞാൽ എനിക്ക് വറങ്ങണം, കുറച്ചെങ്കിലും വറങ്ങണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഹോംവർക്ക് ചെയ്യണം. എനിക്ക് തലവേദന എടുത്തിട്ട് എന്തൊക്കെയാവാനുണ്ട് ഒരു ഫീൽ എന്ന് പറയുന്നത്. കാരണം എനിക്ക് ഒരു പേടിയാണ് ഗൈസ്, ഞാൻ വീണ്ടും ഒരു ഒറ്റപ്പെടോ എന്നുള്ളൊരു മനസ്സിലൊരു പേടി തോന്നാണ്. എല്ലാവരും ദുആ ചെയ്യും ഉമ്മക്ക് വേണ്ടി. എനിക്ക് വേറൊന്നും പറയാനില്ല. എല്ലാവരും അവരവരുടെ ഉമ്മമാരെന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും പ്രൊട്ടക്ഷനാണ്. വാപ്പാനെക്കാട്ടി എനിക്ക് അറ്റാച്ച്ഡ് ഉണ്ട് ഉമ്മാണ്. ഒരുപാട് ദേഷ്യപ്പെടാറുണ്ട് ഉമ്മ, ഒരുപാട് അടിവയ്ക്കാറുണ്ട് ഞങ്ങൾ. പക്ഷെ വിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുള്ള സമയത്ത് എൻ്റെ ചേർത്ത് പിടിച്ച ഒരാളാണ് ഉമ്മ, എൻ്റെ അനിയനെന്ന് പറയുന്ന ആൾ. അവർക്കിങ്ങനെ ആകുമ്പോൾ എനിക്കെന്തോ ഒരു സങ്കടമാണ്. അവരെ ഉമ്മക്ക് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഉമ്മക്ക് ഷുഗർ കൺട്രോൾ ചെയ്യും, ഉമ്മക്ക് ദേഷ്യം പിടിക്കാൻ ഫുഡിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഒരുപാട് ദേഷ്യം പിടിച്ചുകൊണ്ടായിരുന്നു ഫുഡിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ. ബട്ട് ഞാൻ ഇപ്പോൾ ഇത് ഉമ്മൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് വേണ്ട, എന്ത് പറഞ്ഞാലും പറയാം, നീನು ഷുഗർ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ തളർത്തുന്നതെന്ന് പറയുമ്പോൾ ഓക്കെ അമ്മ നിൻ്റെ ഇഷ്ടമാണ്, നിൻ്റെ ഹാപ്പിയാണ് എനിക്ക് വലുതെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. ഇപ്പോൾ ഫുഡിൻ്റെ അനിയൻ എത്ര ചീത്ത പറഞ്ഞാലും ഉമ്മ കട്ടിട്ട് ജ്യൂസ് കുടിക്കാറുള്ളത് ഇതൊക്കെ ഒരുപാട് ചെയ്തുകൊണ്ടായിരുന്നു. അതിൻ്റെ ഒരു എഫക്റ്റാണ് ഇപ്പോൾ കാണുന്നത്. നോർമൽ ആവുന്നുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇന്ന് ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിലും എനിക്കും പ്രശ്നമാണ്. എല്ലാവരും ദുആ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഏത് ഉമ്മമാർക്കും അസുഖം വരാതിരിപ്പിക്കുക. നമ്മൾ കുട്ടികൾ വളരുന്ന വരെയൊന്നും ഉമ്മമാരുടെ മുഖത്തിൽ ചിരിയും ആരോഗ്യം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് റബ്ബിനോട്. കാരണം ഉമ്മ നഷ്ടപ്പെട്ടാലുണ്ടല്ലോ, ഉമ്മ നഷ്ടപ്പെട്ടാലല്ലോ ഉമ്മക്ക് അസുഖം വന്നാൽ വരെ ഏത് കുട്ടികൾക്കും സഹിക്കാൻ പറ്റില്ല. കാരണം ആ വീട് തന്നെ ഒരു നെഗറ്റീവ് പോലെയാണ്. ഒരു ഉമ്മമാരുടെ ഒരു ശബ്ദങ്ങളാവട്ടെ, കിരിക്കിരിയാവട്ടെ, എന്തെങ്കിലും ആവട്ടെ, അതൊരു പോസിറ്റീവ് പോലെയാണ്. ആ ഉമ്മ ഉണ്ട് വീട്ടിൽ, നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉമ്മ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തോടെ വരും. ഇപ്പം ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ ഉമ്മ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര, എനിക്ക് ഒരു ദിവസം ഉമ്മനെ മിസ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയാൽ അവിടെ ഹസ്ബൻഡ് അങ്ങനെ കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ ഫാമിലി ഉണ്ടാവും. അതൊരു നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഈ വീട്ടിൽ ഞാൻ വരുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഉമ്മയാണ്. എപ്പോഴും ഞാൻ ബെല്ലെടുക്കുമ്പോൾ ഉമ്മ ഉണ്ടാവും, ഇല്ലെങ്കിൽ രാത്രി ടൈമിൽ ഉമ്മ ഉണ്ടാവും എന്നുള്ളത്. ഉമ്മമാരുടെ സ്നേഹം പറയുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്ത് ചെയ്താലും നമ്മൾ കൂടെ നിൽക്കുന്ന ഒരാൾക്കാരാണ് ഉമ്മമാരെന്ന് പറഞ്ഞാൽ. അവരുടെ സ്നേഹം അങ്ങനെയാണ്. എന്നും പ്രതീക്ഷിക്കാത്ത, ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സ്നേഹമാണ് അവരത്. നമുക്ക് അവരിങ്ങോട്ട് തന്നിട്ട് വേറെ ആൾക്കാരുടെ സ്നേഹമൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമ്മളെ അങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള സ്നേഹമാണ്. പക്ഷെ ഉമ്മമാരുടെ സ്നേഹം ഒരിക്കലും ആർക്കും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സ്നേഹമാണ്. അതുപോലെ തന്നെ കുട്ടികളതും. അപ്പോൾ ഞാൻ ഒരുപാട് ഇമോഷണലായി പോകുന്നില്ല. നമുക്കിന്ന് കുട്ടികളൊന്ന് സ്കൂൾ കഴിച്ചിട്ട് അവർക്ക് ഫുഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഓർഡറൊക്കെ കിട്ടും, അവിടെ നിന്ന് വാങ്ങിയാൽ മതി എന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ പിന്നെ പുറത്തിൻ്റെ ഹോട്ടലിൻ്റെ
ചാർജസ് ഒക്കെ നോക്കുമ്പോൾ സെയിം ആണ്. അവിടുത്തെ ഹോസ്പിറ്റൽ ബില്ലൊക്കെ ഭയങ്കര കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്കത് ബില്ലിൻ്റെ കാര്യം പിന്നെ നോക്കാം. ബട്ട് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ അവിടെ നല്ല ഫുഡാണ്, ക്വാണ്ടിറ്റിയും കൂടുതലാണ്. പക്ഷേ ഇത് നമ്മുടെ കോസ്റ്റും, അതായത് പ്രൈസും അഫോർഡബിൾ ആണ്. അത് പുറത്ത് എത്ര നമ്മൾ ഫുഡ് കൊടുക്കും അതേപോലെ. ഇനി ഹോസ്പിറ്റലിൻ്റെ ചുറ്റിലുള്ള ഷോപ്പിലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാം നോർമൽ പ്രൈസിലാണ് അവർ സെയിൽ ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഫുഡിൻ്റെ തന്നെ ആലോചിച്ച് ടെൻഷനാണ്. ഇനി കുട്ടികളെ ഇവിടെ ഹാൻഡിൽ ചെയ്യുക, ഇവിടെ ഫുഡ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക, മെഡിക്കൽ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നോക്കണം. ഞാൻ ആരും ഡിപ്പെൻഡൻറ്റ് ലൈഫല്ല എൻ്റെത്. ഞാൻ ഇപ്പം ഉമ്മാൻ്റെ ഫാമിലിയൊക്കെ ഇല്ല എന്നല്ല, ഉണ്ട് ഒരുപാട് ആൾക്കാർ ഫാമിലീസ് ഉണ്ട്. അവർ ആരും ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവർ വരും, ഉമ്മാനെ കാണും, സംസാരിക്കാൻ പോകും. അവർ തന്നെ ഞാനവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അവരവിടെ താഴെ വിടുക, മോള് പോവുക, മെഡിക്കൽ കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്നും ഇഷ്ടമല്ല. പിന്നെ അവർക്കും നാളെ പേടി വരുന്നതല്ലോ, ഉമ്മക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ വിളിക്കുമോ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ എൻ്റെതായ രീതിയിൽ ഞാൻ ഹെൽപ്പൊന്നുമില്ല, എൻ്റെതായ രീതിയിൽ ഞാൻ നോക്കുന്നത്. പിന്നെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഉണ്ട് കുട്ടികൾ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഈവനിങ് ഞാൻ 4:30 ഇവിടെ നിന്ന് വരുമ്പോൾ 4 o'clock വരുമ്പോൾ ഇവിടെ കുറച്ച് ലേറ്റ് ആകുമ്പോൾ എൻ്റെ നെയ്ബേഴ്സാണ് കുട്ടികളെ കുറച്ച് ഹാൻഡിൽ ചെയ്യും. അവളൊക്കെ പിന്നെ അവളും ഞാൻ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കാറില്ല. പക്ഷെ എന്ത് പറഞ്ഞാലും അവൾ ഓടി വന്നിട്ട് എത്തുന്ന ഒരു നെയ്ബറാണ് എനിക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ ഇവിടുത്തെ വീട്ടിലത്തെ ഓണേഴ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടീവാണ്. പക്ഷെ ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ ഡിപ്പെൻഡ് ചെയ്യാറില്ല. നമ്മൾ അത്യാവശ്യം വരുന്ന ഘട്ടത്തിൽ മാത്രമേ ഞാൻ അവരെ സഹായം ചോദിക്കും. എന്തെങ്കിലും കുട്ടികളെ മോൾ പോയോ ഇല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ കുട്ടി ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോയാൽ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ ഞാൻ താഴെ ഓണേഴ്സ് ഇല്ലെങ്കിൽ എൻ്റെ നെയ്ബേഴ്സ് അവൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ താഴെ ഓണേഴ്സിനോടാണ് പറയുന്നത്. ആ ഒരു സമയത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ അവരൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അവരും നല്ല ഇവിടെ എല്ലാ നെയ്ബേഴ്സ്. എനിക്ക് അങ്ങനെയാണ് ഇവിടുന്ന് പോവാനുള്ള കുട്ടികൾ വളരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇവൻ ടൗണിൽ പോകും, ഇല്ലെങ്കിൽ ഒരു വേറെ ബാങ്കുകോ അങ്ങനത്തെ കാര്യത്തിൽ പോയാലും ഞാൻ ടൗൺ അങ്ങനെയൊക്കെ പോകും. ആ സമയത്തൊക്കെ എനിക്കിവിടെ ഹെൽപ്പായിട്ടൊക്കെ നെയ്ബേഴ്സാണ് സംടൈംസ് കിട്ടുന്നത്. പിന്നെ ഫാമിലിയൊക്കെ കിട്ടുന്നില്ല എന്നല്ല, ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നല്ല, ഫിനാൻഷ്യൽ അല്ല കേട്ടോ. ഫിനാൻഷ്യൽ ഞാൻ ഒരാളോട് ഒരു പൈസ ഞാൻ ഡിപ്പെൻഡ് ചെയ്യാറുമില്ല. ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് ചെയ്യും, ഞാൻ എന്നെ ഇതാക്കും. പിന്നെ വേറെ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ ദൂരമൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല കുട്ടികളെ ഹാൻഡിൽ ചെയ്യുക, അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഞാൻ കുറച്ചിങ്ങനെ ഹെൽപ്പ് ചോദിക്കാറുണ്ട്. പിന്നെ കൂടുതലായിട്ട് ആരും ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല. അതാണ് ഏറ്റവും വലിയൊരു റെസ്പെക്റ്റ് എന്ന് പറയാം എനിക്ക്. കാരണം എവിടെയെങ്കിലും പോയാലോ വന്നാൽ ആർക്കും പേടിയില്ല. നമ്മളെ ഡിപ്പെൻഡ് ആവോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു പേടി ആർക്കും ഇല്ല. അതിലൊരു ഞാനൊരു ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു റെസ്പെക്റ്റ് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടേ പോകും. പിന്നെ ഇനി പറയുകയാണെങ്കിൽ കുട്ടികളൊന്ന് റെഡിയാക്കണം, പോകണം. പിന്നെ ഈവനിങ് 4 മണിക്ക് ഇന്ന് ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിൽ വീണ്ടും കാറായിട്ട് കുട്ടികളെ കൂട്ടി പോകണം. എനിക്ക് സ്കൂട്ടിയിൽ രാത്രി റൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. 2 കുട്ടികളാകുമ്പോൾ ഞാൻ വെപ്രാലടിച്ച് പോകും. എത്ര പ്രാക്ടീസ് ഉണ്ടെങ്കിലും കുട്ടികൾക്ക് എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്നല്ല, കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ കൊണ്ടുപോകാൻ ഒരു നൂല് പോലെ അവർക്ക് വേദനിപ്പിക്കുന്നത് അല്ല വേദന ആവുന്നത് എന്നെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. അതുകൊണ്ട് അവരിക്കട്ടെ, എപ്പോഴും നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ റബ്ബ് നമ്മളെ സപ്പോർട്ടിനുണ്ടാവും, റബ്ബിൻ്റെ സഹായം ഉണ്ടാവും, അവൻ പ്രൊട്ടക്റ്റർ ആയിരിക്കും. പക്ഷെ ആയാലും നമ്മൾ കുറച്ച് കെയർ ചെയ്യണമല്ലോ. അത് ഞാൻ രാത്രി ടൈം സ്കൂട്ടിലെല്ലാം പോകാറില്ല. മീൻസ് ഇത് ഹൈവേ ആണ്. ഹൈവേ ഒരു വേലൊക്കെ ഫുള്ള് നമ്മൾ ഈ ലോറി ബൈക്ക് അങ്ങനെയൊക്കെ, ബൈക്ക് പോട്ടെ, ഈ ലോറിയൊക്കെ ട്രക്കൊക്കെ പോകുന്ന സ്ഥലമാണ്. ഒട്ടൊട്ടാണ് രാത്രി ഡ്രിങ്കൊക്കെ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ കെയർ ചെയ്യാന്നുള്ളത്. പിന്നെ കാറാണെങ്കിൽ സേഫ് ഉണ്ടാവും. അപ്പോൾ സംടൈംസ് എനിക്ക് എത്ര പ്രാക്ടീസ് ഒന്നുമില്ല, ഡ്രൈവ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒരു സപ്പോർട്ട് വേണം. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകാനുള്ള ധൈര്യമുണ്ട്. പക്ഷെ ഉമ്മ സമ്മതിക്കുന്നില്ല ഒറ്റയ്ക്ക് കൊണ്ടുപോകണ്ടേ. ലൈസൻസ് കയ്യിൽ കിട്ടിയാൽ മതി, അതിനുശേഷം കൊണ്ടുപോയാൽ മതി എന്നാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ ലൈസൻസ് ഇപ്പോൾ കിട്ടിയിട്ടില്ല. LLR ഉണ്ട് കേട്ടോ, റോഡ് ലൈസൻസ് ഉണ്ടല്ലോ, ലേണിംഗ് ലൈസൻസ്. അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 30 days ആവണം, 27-28 days ആയിട്ടുള്ളൂ. 2 days ആയ ശേഷം എനിക്ക് ലൈസൻസ് അപ്ലൈ ആക്കും. പിന്നെ ലൈസൻസ് ടെസ്റ്റിനാണ് എനിക്ക് ഇരിക്കേണ്ടി വരും. പിന്നെ ഇൻഷാല്ല എൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും ലൈസൻസ് കിട്ടുന്നെങ്കിൽ അൽഹംദുലില്ലാ ആ ലൈസൻസ് വെച്ചിട്ട് എനിക്ക് ഒറ്റയ്ക്ക് സ്ലോ ആയിട്ട് ഹൈവേയിലെല്ലാം കൊണ്ടുപോകാം. ഹൈവേയിൽ കൊണ്ടുപോകാൻ ഈസിയാണ്, വണ്ടിയൊക്കെ 1 way പോകാനാണ് ബുദ്ധിമുട്ട്. അപ്പം ഞാൻ വണ്ടിയാണ് എനിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് വണ്ടി വരെ കാറ് വരെ ഡ്രൈവിങ് ചെയ്യാൻ ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ എൻ്റെ ഉമ്മയുടെ അസുഖം വന്നിട്ട് ഇന്നലെ രാവിലെയാണ് ഒരുപാട് അസുഖം വന്നു.
ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ ഞാൻ രാവിലെ വൊമിറ്റ് ചെയ്യുന്നുണ്ട്, വൊമിറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആകെ വെപ്രാളടിച്ചിട്ടാണ്. ആ സമയത്ത് ഞാൻ ഡ്രൈവർക്ക് കോൾ വിളിച്ചു. 1 തവണ 2 തവണ 3 തവണ 4 തവണ ഓട്ടോറിക്ഷ കോൾ വിളിച്ചു. ഓട്ടോറിക്ഷ എടുക്കുന്നില്ല, ഫോൺ കിട്ടുന്നില്ല. 2-3 ഓട്ടോറിക്ഷക്കാർക്ക് ഫോൺ കിട്ടുന്നില്ല രാവിലെ. ഞാൻ ഈ ഡ്രൈവറിന് 49 തവണ കോൾ വിളിച്ചിട്ടുണ്ട്. മൊബൈൽ വീണ്ടും കാണിക്കാം, 49 തവണ കോൾ വിളിച്ചിട്ടുണ്ട്. അത്ര എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരാൾക്ക് കോൾ അങ്ങനെ വിളിക്കുന്നത്. ഞാൻ ഒരു കോൾ മാത്രമേ വയ്ക്കില്ല, പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു കോൾ. ഞാൻ ഒരുപാട് കോൾ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാറില്ല. എൻ്റെ ഉമ്മക്ക് വേണ്ടിയാണ് ഞാൻ നല്ല ഉമ്മ കണ്ണൊക്കെ മഞ്ഞളായിട്ട് ഫേസൊക്കെ നീലി കുത്തിയിട്ട് തലക്കറങ്ങി വീണപ്പോഴാണ് ഞാൻ വെപ്രാളായിട്ട് വിളിക്കുന്നത്. ഒന്ന് വണ്ടിയിട്ട് വന്നിട്ട് ഉമ്മനെ ഹോസ്പിറ്റലിൽ കൂട്ടി പോകുന്നത് വന്നിട്ട്. അപ്പോൾ എനിക്ക് തോന്നി സത്യമായിട്ട് നമ്മൾ ആരും ഏത് കാര്യത്തിലും ഡിപ്പെൻഡ് ആവരുത്. കാരണം ഇപ്പോൾ എനിക്കിപ്പോൾ ഡ്രൈവിങ് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകണം അറിയാതല്ല, ആരെങ്കിലും സപ്പോർട്ട് വേണമെന്നുള്ള എൻ്റെ മൈൻഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 10 ദിവസമെങ്കിലും എൻ്റെ സപ്പോർട്ട് വേണം എനിക്കൊന്ന്. ഇപ്പോൾ ഞാൻ തന്നെ ആൾ പറയാതെ തന്നെ ഓട്ടിക്കൊണ്ടു പോകും, ഒരു കാര്യമില്ലാതെ. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ എമർജൻസി ഘട്ടത്തിൽ ഒരാൾ ഡിപ്പെൻഡ് ആയാലും അവർ അരമണിക്കൂർ 10 മിനിറ്റ് 20 മിനിറ്റ് ടൈം ലേറ്റ് ആക്കും. നമുക്ക് എന്ത് ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ഡ്രൈവിങ്ങിലാവട്ടെ എന്തെങ്കിലും ആവട്ടെ, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ പെട്ടെന്ന് പോയിട്ട് എത്തിക്കാനുള്ള ഒരു ആരും ഡിപ്പെൻഡ് ആവാതെ നമുക്ക് തന്നെ ഒരു സ്വയം വേണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ലായിരുന്നു ഡ്രൈവിങ്ങിൽ. ഇപ്പം ഞാൻ തന്നെ ഇന്നലെ പറഞ്ഞു ഞാൻ തന്നെ ഡ്രൈവിങ് ചെയ്യാമെന്ന്. കാരണം ഞാൻ ഇതുവരെ അവർ തന്നെ ഉമ്മാണ് എൻ്റെ ഫോഴ്സ് ചെയ്യുന്നത്, ഡ്രൈവിങ് ചെയ്യും. എനിക്ക് സ്കൂട്ടിൽ മാത്രം ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് സ്കൂട്ടിൽ ഇന്നലെ കൊണ്ടുപോകാൻ പറ്റിയില്ല ഉമ്മാണ്. കാരണം ഉമ്മ തലക്കറക്ക ഇങ്ങനെ കൊണ്ടുപോകും, നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണെന്ന്. അങ്ങനെയാണ് ഇന്നലെ ഞാൻ തന്നെ പറഞ്ഞു ഞാൻ ഡ്രൈവിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരെ എൻ്റെ മൂത്തമ്മൻ്റെ കൂട്ടാൻ വേണ്ടി കാസർഗോഡ് പോയി അവിടുന്ന് നേരെ ഞാൻ ഹോസ്പിറ്റലിൽ കൂട്ടി വന്നു. അവൻ അവിടെ ഇരുന്ന് സപ്പോർട്ടിങ് മാത്രം. പക്ഷെ എനിക്ക് റോഡ് അറിയുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു, അവന് ജഡ്ജ് ചെയ്യുന്ന ആവശ്യമില്ലായിരുന്നു. എൻ്റെ ആളിലേക്ക് ഞാൻ വണ്ടി കൊണ്ടുപോയി. ഹൈവേ ആണ്, പിന്നെ 1 വേ റോഡൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, എനിക്ക് ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട്. ഉമ്മ ഹോസ്പിറ്റലിലും പറഞ്ഞു നീ ഒരു ലൈസൻസ് എടുത്ത ശേഷം എൻ്റെ കയ്യിൽ വണ്ടി തരും, ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ വണ്ടി തരൂലായിരുന്നു. പിന്നെ ഇതിനകത്ത് ബുദ്ധിമുട്ടൊക്കെ അറിയുമ്പോൾ പറഞ്ഞ് കണ്ടില്ലേ, ഒരാൾ ഡിപ്പെൻഡ് ആയിട്ട് പോകുമ്പോഴാണ് എനിക്ക് ഒരുപാട് ലേറ്റ് ആവുന്നത്. നമുക്ക് പെട്ടെന്ന് ഒരു കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമുക്കെല്ലാം സ്വയമായിട്ട് പഠിപ്പ് വേണം എന്നുള്ളത് അതൊരു വലിയൊരു പഠിപ്പാണ് എനിക്ക്. പിന്നെ ഒരുപാട് സംസാരിച്ചിട്ടൊന്നും നീട്ടുന്നില്ല, ഞാൻ സ്കൂളിൽ പോകുന്ന കുട്ടികളേക്കട്ടെ. ഞാനിവിടെ കുളിക്കാനുണ്ട്, കുട്ടികൾക്ക് വെള്ളം വെക്കുന്നത്. പിന്നെ ഞാൻ പലവാണ് കേട്ടോ കൊണ്ടുവന്നത് കുട്ടികൾക്ക്. ഇത് പലവാണ്, ഇഡ്ഡലിയല്ല, ഇത് ഇഡ്ഡലിയാണ്. യാറപ്പ ഒരേ പ്ലേറ്റ് പലവ് തന്നിട്ട്. അയ്യോ പലവില്ല, ഞാൻ പലവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലവ് തന്നിട്ടില്ല. പക്ഷെ കുട്ടികൾക്ക് പലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനപ്പോൾ അവരോട് പറഞ്ഞു പലവ് തരാണ്. പക്ഷെ കട്ടൻ ഉണ്ടാക്കാം കുറച്ച്. കുട്ടികൾ പാലിട്ട് ചായ ഒന്നും കുടിക്കാറില്ല. കുട്ടികൾ ഉമ്മക്കാണ് പാലിൻ്റെ ചായ വേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കട്ടാണ്. പിന്നെ ഇത് മാംഗ്ലൂർ ഗോലി ബജാണ് കേട്ടോ, കണ്ടില്ലേ. ഇത് എനിക്കിഷ്ടമാണ്, ഞാൻ 1 പ്ലേറ്റ് വാങ്ങിയതാണ്. കാരണം രാവിലെ ഓയിലി ഫുഡ് വേണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ പലവില്ല കേട്ടോ. പല മീൻസ് ഈ വെജിറ്റബിൾ റൈസ് ഉണ്ടല്ലോ, അതാണ്. അത് നല്ല ടേസ്റ്റാണ് ഹോട്ടലിൽ. അപ്പോൾ ഞാൻ ഇഡ്ഡലി വയ്ക്കുക, വരുന്ന ശേവട്ടിൽ ഇഡ്ഡലിയും ചട്നി വയ്ക്കുക. സാമ്പാറായിട്ട് ചിന്തിപ്പോവും. ഉമ്മക്ക് സുഖമില്ലെങ്കിൽ ഇതാണ് കേട്ടോ വീട്ടിലത്തെ അവസ്ഥ. ഞാൻ പിന്നെ പോയിട്ട് 10 മണിക്കാണ് കഴിക്കുന്നത്. എനിക്ക് ഇവർക്കൊക്കെ കൊടുത്തിട്ട് കഴിക്കുമ്പോൾ സാമ്പാറും തന്നിട്ടില്ലേ, ചട്നി വയ്ക്കുക. ശരി, ചട്നി കഴിക്കട്ടെ. സാമ്പാർ ഇത് നമ്മളെ ടിഫിനിൽ സ്പ്രെഡ് ആവട്ടോ. അപ്പം ഞാൻ സിലു ടോക്സ് ഒരു ടിഫിനുണ്ടല്ലോ, തന്നെ ടിഫിനൊന്ന് വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് കുട്ടികൾക്ക്. ഇപ്പോൾ എത്ര സ്കൂൾ അടുത്തായില്ലേ,
ആ ടിഫിൻ നോക്കുമ്പോൾ ഒരു സ്പ്രെഡില്ല വാട്ടർ അങ്ങനത്തെ കാണുന്നില്ല. ഇപ്പോൾ ഞാൻ നോക്കുന്നില്ല ഒരു കുട്ടികൾ ഇതാക്കുന്നത്, മീൻസ് പാമ്പറിങ് ആക്കുമ്പോൾ ഈ ഫുഡൊക്കെ വയ്ക്കുന്നത്. ടിഫിനല്ല ടിഫിനാണ് കേട്ടോ. ഞാനിതിപ്പോൾ അതിൻ്റെ അഫോർഡബിൾ 600 ഇത്ര ഉണ്ട് കോസ്റ്റ്. ബട്ട് ഇതന്നെ ഞാൻ വാങ്ങുമ്പോൾ ഈ സാധനം തന്നെ വാങ്ങുമ്പോൾ 700 സംതിങ് എന്തോ കൊടുത്തേക്കണം. ഇവിടെ പോയി ഒരു 3 months ആയി. ഇതും അങ്ങനെ തന്നെ. ഇത് ഞാൻ ലുലുലല്ല ഡിമാർട്ടിലാണ് വാങ്ങിയത്. ഡിമാർട്ടിൽ വാങ്ങുമ്പോൾ ഇതൊക്കെ ഞാൻ കൊടുത്തത് 345 എത്ര സംതിങ് കൊടുത്തിട്ടാണ്. ചെറിയ ടിഫിൻ കുട്ടിക്ക് ചെറുത് മതി എന്ന് പറഞ്ഞിട്ട്, ചെറിയ മോൾക്ക്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിയത് കേട്ടോ. അതും വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നില്ല. ഉമ്മാൻ്റെ പുട്ട് പാത്രത്തിൽ വാട്ടറാണ് കേട്ടോ. ഈ ഗ്യാസിൻ്റെ സ്റ്റൗലുണ്ടല്ലോ, എന്താ ഒരു ഈ ഗ്യാസ് മാറ്റണം, സ്റ്റൗ മാറ്റണം കേട്ടോ. അതിൻ്റെ ഒരു കരി പിടിക്കുന്നതാണ്. വേറെ ഒന്നും വിചാരിക്കേണ്ട, പാത്രം കഴുകിയിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. ഈ പാത്രം അങ്ങനെ തന്നെ നല്ല കഴുകി വെച്ചു, കുറച്ച് നേരമ്പോൾ കരി പിടിക്കും. അങ്ങനെയല്ലോ ഒരുപാട് സൂക്ഷിച്ച് നടക്കണ്ട. ഇത് ബ്രദർ കൊണ്ടുവന്ന ബോട്ടിലാണ്. ഇതിലേക്ക് കൂടെ വാട്ടർ ഒഴിച്ചു കൊടുക്കും. എനിക്കെന്നെ ജലദോഷം ഇതൊക്കെ ഒന്നപോലെ ആവുന്നുണ്ട്, തലക്കറങ്ങുന്നുണ്ട്, എന്താണെന്നറിയില്ല. ചിന്തോന്നുള്ള പേടിയുണ്ടോ നോക്കട്ടെ. 11 മണിക്ക് സ്നാക്സ് കൊടുക്കണം കുട്ടികൾക്ക്. അപ്പം ഇതാ ഇത്ര നമുക്ക് ഇതാ ഇങ്ങനെ സ്ട്രോങ് ഉള്ള ചായപ്പൊടി വേണം കേട്ടോ. ഞാൻ കുട്ടികൾക്ക് ലെമൺ ടീ ആക്കാമെന്ന് വിചാരിക്കുന്നു. അവർക്ക് ഇഷ്ടമല്ല ലെമൺ ടീ. അപ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് ചായ വയ്ക്കുമോ. ചായ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടും. പിന്നെ കുറച്ച് ഇത് ഓഫ് ചെയ്ത ശേഷം, ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ലെമൺ ഇടും. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. നല്ല കുറച്ച് ചൂടാൻ മതി, കുളിപ്പിക്കണമല്ലോ. ഒരിത്തിരി ചൂടായാലും മതിയായിരുന്നു. ഓക്കെ, നമ്മളെ ഇന്നത്തെ പരിപാടി കുഞ്ഞു പരിപാടിയാണ്. വീട് ഏകദേശം ഞാനിവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരുപാട് ചെയ്യാനൊന്നും പോകുന്നില്ല. ഏകദേശം ഇവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അവർ യൂണിഫോമൊക്കെ റെഡിയാക്കിയതാണ്. ഏകദേശം ഇവിടെ ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ ചെയ്യണം. അപ്പോൾ ഉമ്മക്ക് കൊണ്ടുപോകാനുള്ള പൈനാപ്പിൾ രാവിലെ തന്നെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. പൈനാപ്പിൾ വാങ്ങി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഉമ്മ കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ അനാർ വാങ്ങിയിട്ടുണ്ട്. അനാർ പിന്നെ ലെമൺ കേട്ടോ. ഇത് ഞാനൊരു 5 ലെമൺ തന്ന് പറഞ്ഞപ്പോൾ ഒരു 1/2 kg ലെമൺ തന്നതാണ്. എന്താ ചെയ്യുക, ഞാനിങ്ങനെ കുട്ടികൾക്ക് ഉമ്മ ഇല്ലല്ലോ. എനിക്ക് ചായ, സത്യം പറഞ്ഞാൽ എനിക്ക് ചായ വയ്ക്കാൻ അറിയില്ല. കട്ടനൊക്കെ വയ്ക്കും. എന്താ ലെമൺ ഞാൻ ചായ വയ്ക്കും, പക്ഷെ അവരെ പോലെ സ്ട്രോങ് അല്ല. അവർക്കൊക്കെ സ്ട്രോങ് ചായ വേണം. എനിക്ക് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ കയ്പ്പ് വരെ വരുന്നുണ്ട്. അവർക്ക് എങ്ങനെ കുടിക്കുന്ന എനിക്കറിയില്ല. പഞ്ചസാരയിലൂടെ അതെ അവർ കയ്പ്പ് ചായ. എനിക്കാണെങ്കിൽ വൊമിറ്റ് തന്നെ വരുന്നുണ്ട്. അത് എനിക്ക് കുറച്ചിങ്ങനെ ചായക്ക് ഇങ്ങനെ കുറച്ച് ഒരു ചാത്തപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ ഒരു കളർ മതി എനിക്ക്. അതിൽ കൂടുതലായിട്ട് സ്ട്രോങ് വേണമെന്ന്. നമുക്ക് മുട്ട കൊണ്ടുവന്ന് പറയാം. മുട്ടയും കുറച്ച് ഞാൻ റെഡിയാക്കും. പൈനാപ്പിൾ കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ച് കട്ടനും ഗോലി ബജി കുടിക്കുക.
നോക്കിയിട്ട് എന്താ എവിടെ ഉണ്ടോ 100 സമയം വെച്ചാൽ ഹോസ്പിറ്റൽ പോകണം, പൈനാപ്പിൾ വെട്ടണം, നോക്കട്ടെ, ഇടയെല്ലാം ലേറ്റാവും.